Good morning or meeting called to order. The meeting in connection with the Coffee Talk 7 a.m. program is hereby called to order. പെരുന്നാള് ഒന്ന് കഴിഞ്ഞു. രണ്ടാമത്തെ പെരുന്നാള് മൂന്നാമത്തെ പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലായിരിക്കും. ഒരുവിധ എല്ലാവർക്കും ലീവിലായിട്ട് കറങ്ങാനും മറ്റുള്ളതിനൊക്കെയും പോവുകയാണ് നാട്ടില്. നമ്മളിവിടെ ജോലിയിൽ അങ്ങനെ മുഴുകുന്നുണ്ട്. ഇന്ന് സ്വാഗതം പറയാൻ വേണ്ടി നമ്മളുടെ എക്സ് മെമ്പറായ ഏത് കോഫി ടോക്കിന്റെ എക്സ് മെമ്പർ അല്ല, നമ്മളെ രാഷ്ട്രീയത്തിലെ എക്സ് മെമ്പറായ അബ്സ മേമിനെ ഞാൻ സ്നേഹപൂർവ്വം വെൽക്കം പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം അബ്സ മേം. Yes. Good morning to all. Thank you, Chairman, for the privilege. First of all, thanks God. ഇന്നലെ പെരുന്നാളായിരുന്നല്ലോ. കോഫിഡോ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ പരസ്പരം ആശംസകൾ അറിയിച്ചു. അങ്ങനെ പെരുന്നാൾ സുദിനം വളരെ സന്തോഷത്തോടെ കടന്നുപോയി. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ചെയർമാൻ, അദ്ദേഹത്തിന്റെ ജോലി തിരക്കിനിടയിലും മലേഷ്യയിൽ നിന്ന് നമ്മോട് ചേരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്മാൻ സാർ ആണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ട്രെയിനർ ഫ്ലെക്സിബിൾ നോട്ട് ഫ്രാഗിൽ എന്ന ടോപ്പിക്കുമായി നമുക്ക് മുന്നിലെത്തുന്ന JCI ഇന്ത്യ നാഷണൽ ട്രെയിനറായ രമ്യ പ്രകാശ് മാഡത്തെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കോഫി പ്രോഗ്രാം ഒരു ദിവസം പോലും ഇടവിടാതെ നടത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റേഴ്സ് മുജീബ് സാർ, ഫീസ് സാർ, രേഖ മാഡം, ഫൗണ്ടർ ഇഷാം ഹൈദർ സാർ, എല്ലോ പ്രസിഡന്റുമാരായ നിതിൻ സാർ, ജിനി മാഡം, ക്വിസ് മാസ്റ്റർ മനോജ് സാർ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. ഓവർ ടു ചെയർ. താങ്ക് യു അബ്സ മാം. ഏതൊരു പുലരിയിലും ഒന്ന് വന്നിട്ടൊന്ന് വെൽക്കം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഏറ്റെടുക്കാം. അതല്ലാതെ ചിലപ്പോൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് പറ്റുമെന്ന് ചോദിക്കുകയും ചെയ്യും. അതാണ് കോഫി ടോക്കിന്റെ പ്രത്യേകത. 898 ദിവസമായി നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നിരന്തരം നമ്മൾ ട്രെയിനിങ് കേട്ടുകൊണ്ടിരിക്കുന്നു. പല മോട്ടിവേഷനും അതുപോലെ തന്നെ സ്പീക്ക് വിത്ത് കോൺഫിഡന്റ് പറഞ്ഞിട്ടൊരു എല്ലാ ആഴ്ചയിലും ഓരോ പ്രോഗ്രാം സീരിയൽ മോഡൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൂടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെയൊക്കെ വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ ഞാൻ. ഇന്നത്തെ ട്രെയിനർ JCI HGF രമ്യ പ്രകാശ്, ഫ്ലെക്സിബിൾ നോട്ട് ഫ്രാജിൽ എന്ന ടോപ്പിക്കുമായിട്ടാണ് നമ്മളെത്തേക്ക് വരുന്നത്. പ്രൊഫൈൽ വലിയൊരു സംഭവമാണ്. അപ്പൊ ഞാൻ ചുരുക്കിയിട്ടൊന്ന് വായിക്കാം. രമ്യ പ്രകാശ് ഈസ് എ പാഷനേറ്റ് സോഫ്റ്റ് സ്കിൽ ട്രെയിനർ, educator and public speaker with a background in leadership and communication training. She holds a bachelor's degree in chemistry and on MBA in HR management. She began her junior chamber international journey in 2020 with the JCI Dapar, later serving as vice president training and president currently. She is zone officer in zone 28 and national trainer. She is also the director of P&R group and continues to inspire further leaders through training and mentorship. Married to Prakash, she is a proud mother of 2 sons. ഇത് ഞാൻ ചെറുതാക്കേണ്ടടുത്താണ് രമ്യ മാം. ഒരുപാടുണ്ടെന്ന് എനിക്ക് അറിയാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ടൈം ഞാൻ കവരുമല്ലോ, അപ്പൊ അതുകൊണ്ടാണ്. ഏതായാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് എന്താണ് രമ്യ മാം നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ ആകാംക്ഷയുണ്ട് എല്ലാവർക്കും, ഓരോരുത്തർക്കും. രമ്യ മാമിന് ഞാൻ ഈ സ്നേഹപൂർവ്വം ഈ ഫ്ലോർ കൈമാറുന്നു. പ്ലീസ് വെൽക്കം രമ്യ മാം. Thank you, Chairman. Good morning, everyone. Good morning. രേഖ ചേച്ചി പറഞ്ഞ മാതിരി കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ഫ്ലോറിൽ വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഈ വരുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് നല്ല ഭംഗിയുള്ള ഫിഗറുള്ള ഡേയ്സ് ഒക്കെ കിട്ടാറ്. ഇന്നിതുപോലെ 898 കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഇന്ന് 898th ഡേ ആണ്. അപ്പോ ഈ ഒരു 898th ഡേ വരെയും ഇത്ര ഭംഗിയായിട്ട് ഇത്ര എനർജിയോട് കൂടിയിട്ട് ഈ ഒരു ട്രെയിനിങ് കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ കാര്യമല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിസിപ്പൻസ് സത്യത്തിൽ ഒരു ഫാമിലി പോലെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ട് ഇത്രയും സമയമുള്ള നിങ്ങളുടെ ഇന്ററാക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ട്രെയിനിങ്ങിലേക്കുള്ള എനർജി എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ട്രെയിനിങ് സെഷൻസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് തെളിവാണ് ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ്. അവരുടെ ഇടയിലുള്ള ഈ ഒരു ബോണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മോർണിംഗ് നല്ലൊരു പോസിറ്റീവ് വൈബാണ്. പിന്നെ അതുപോലെ ഈ 7 AM കോഫി ടോക്കിൽ വരുമ്പോൾ
നമുക്ക് നമ്മുടെ ഈ വീട്ടിലേക്കൊക്കെ തിരിച്ചെത്തിയ ഒരു ഫീലാണ്. കുറെ ഫെമിലിയർ ഫേസസ് ഉണ്ട്. അപ്പോ എന്തായാലും എല്ലാവരുടെയും സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് വലിയൊരു ഇൻട്രോ ഒന്നും കൂടാതെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആണ് നിങ്ങൾ എന്നുള്ളത് അറിയാം. എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, നമുക്ക് ഒരു ലെക്ചർ മോഡിലേക്ക് പോകുന്നതിന് പകരം കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആക്കിയിട്ട് ഈ ഒരു ട്രെയിനിങ് കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം. അപ്പോ എക്സ്പെക്ടിങ് യുവർ ഓൾ കോപ്പറേഷൻ. സോ ലെറ്റ്സ് ബിഗിൻ. ആസ് ദ നെയിം സജസ്റ്റ്, പേര് പറയുന്നത് പോലെ തന്നെ ഫ്ലെക്സിബിൾ, നോട്ട് ഫ്രജൈൽ. നമ്മൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആരും ഫ്രജൈൽ ആവരുത്. സോ നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടെ ലൈഫിൽ റോൾ മോഡൽസ് ഉണ്ടല്ലോ. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് എല്ലാവർക്കും റോൾ മോഡൽസ് ഉണ്ട്. അപ്പോ രാവിലെ എല്ലാവരും ജോലി തിരക്കിനിടയിൽ ഇതിൽ ജോയിൻ ചെയ്തതായിരിക്കും. അപ്പോ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരാണ് ഇതിൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ളതെന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഡിയർ പാർട്ടിസിപ്പൻസ്, നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ റോൾ മോഡൽ ആരാണ് എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്തിടുമോ? ഓക്കെ, ഗ്രേറ്റ്, നല്ലൊരു ബിഗിനിങ്. Bruce Lee, my father. Okay. Dad. ശരി, റോൾ മോഡൽസിന്റെ SP ബാലസുബ്രഹ്മണ്യം, ഗ്രേറ്റ്. ഫാദർ, ശരി. അപ്പൊ റോൾ മോഡൽസിന്റെ ലിസ്റ്റ് ഇങ്ങനെ നമുക്ക് അച്ഛനെയും അമ്മയും, അത് കഴിഞ്ഞ് ഞാൻ, ശരി അത് കഴിഞ്ഞേ ഉള്ളൂ ഞാൻ, ശരി. എനിവേസ്, അപ്പോ എന്തായാലും ഈ ഒരു റോൾ മോഡൽസിന്റെ ലിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി, അതിങ്ങനെ നടക്കട്ടെ. ടീച്ചർ, യുവർ ഫേവറേറ്റ് ടീച്ചർ, ശരി. അപ്പൊ നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മൾ ആരെയാ റോൾ മോഡൽസ് ആക്കി വെക്കുക? ഒന്നില്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അവരിൽ ഇൻസ്പയർഡ് ആയിട്ട് അതുപോലെ ആവണം എന്നുള്ളതൊക്കെ ആഗ്രഹിച്ചിട്ട് നമ്മൾ ചിലരെ നമ്മളുടെ റോൾ മോഡൽസ് ആക്കി വെക്കാറുണ്ട്. ചിലര് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകൾ, അവരെ നമ്മൾ നമ്മളുടെ റോൾ മോഡൽസ് ആക്കി വെക്കാറുണ്ട്. അപ്പോ ഇതുപോലെ റോൾ മോഡൽസ് എന്ന് പറയുമ്പോൾ റോൾ മോഡൽസ് ആക്കി വെക്കുന്നതിന് ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഇവിടെ എഴുതിയിട്ടുള്ള പലരും എഴുതിയിട്ടുള്ളത് മൈ ഫാദർ, മൈ ഡാഡ് എന്നുള്ള ആ ഒരു ആൻസർ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ലൈഫിൽ ഒരുപാട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളെയാണ് നമ്മൾ റോൾ മോഡൽസ് ആക്കി വെക്കാറുള്ളത്. ഇന്ന് ഈ ഒരു ട്രെയിനിങ് സെഷനിൽ നമ്മൾ റോൾ മോഡൽ എന്നുള്ള ഒരു വിഷയത്തെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് സെഷനിലെ റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോ നമ്മൾ ആളുകളെ നമ്മുടെ റോൾ മോഡൽ ആക്കി വെക്കാറുണ്ട്. ചില ആനിമൽസിനോട് നമുക്ക് ഒരു ആരാധന വരാറുണ്ട്. ചില ക്രിയേച്ചേഴ്സിനെ നമ്മൾ നമ്മളുടെ റോൾ മോഡൽ ആക്കി വെക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി റോൾ മോഡൽ ആക്കി വെച്ചിട്ടുണ്ട് ഒരു ക്രിയേച്ചറിനെ കുറിച്ചാണ്, ഒരു ഇൻസെക്റ്റിനെ കുറിച്ചാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത്. ഇൻസെക്റ്റ് എന്ന് പറയുമ്പോൾ ഞാനൊരു ക്ലൂ തരാം. ഇപ്പൊ ഈ ഇടയായിട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ആള് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ആളെയും പിടിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത്. കാരണം കുറച്ച് ഫേമസ് ആയി നിൽക്കുന്ന ആളുകളെ നമ്മൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോ അതിനൊരു ഭംഗിയുണ്ടല്ലോ അല്ലെ. അപ്പൊ നമ്മള് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ ഒരു വ്യക്തി റോൾ മോഡൽ ആയിട്ട് കണ്ടിട്ടുള്ളത് കോക്രോച്ചിനെയാണ്. യെസ്, കോക്രോച്ച്. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ന് പത്രമാധ്യമങ്ങളില് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ഡിസ്കഷനിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തി കോക്രോച്ച്. യെസ്, ഈ കോക്രോച്ചിനെ റോൾ മോഡൽ ആയിട്ട് കണ്ടിട്ടുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേമസ് റൈറ്റർ ചേതൻ ഭഗത്താണ്. അദ്ദേഹത്തിന്റെ 11 റൂൾസ് ഫോർ ലൈഫ് എന്നുള്ള ബുക്കില് 8th റൂൾ ഉണ്ട്, റൂൾ നമ്പർ 8. ഈ റൂൾ നമ്പർ 8 എന്ന് പറയുന്നത് അതിന്റെ ടൈറ്റിൽ തന്നെ ബി ദ കോക്രോച്ച് എന്നുള്ളതാണ്. ബി ദ കോക്രോച്ച്. ഈ കോക്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളില് എന്ത് ഫീലിംഗ് ആണ് വരുന്നത്? ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് കോക്രോച്ച് എന്ന് പറയുമ്പോൾ
ഇപ്പോ ഉള്ള ഒരു ഫീൽ അല്ല, ആള് ഫേമസ് ആയതിനു ശേഷമുള്ള ഫീൽ അല്ല. അല്ലെങ്കിൽ കോക്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഫീൽ എന്താ? നമ്മളുടെയൊക്കെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ എന്താ? ഒരു പാറ്റല്ലേ? ഇല്ലാത്ത സ്ഥലങ്ങളിൽ കോക്രോച്ച് അല്ലെ? യെസ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഫിയർ അല്ലെ? ഒരു വെറുപ്പ് അല്ലെ? ഒരു ശല്യജീവിയാണ്. നെഗ്ലക്റ്റ് ഉണ്ട്. അതെ, നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത ഒരു ന്യൂസെൻസ്, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ന്യൂസെൻസ് ആയിട്ട് വരുന്ന ഒരു സംഭവം, അതാണ് ഈ ഒരു കോക്രോച്ച് എന്ന് പറയുന്നത് അല്ലെ? അതെ, അയ്യേ പാറ്റ എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് എല്ലാവർക്കും ഈ കോക്രോച്ചിനോട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ചേതൻ ഭഗത് ഇത്രയധികം ക്രീച്ചേഴ്സ് ഉള്ളപ്പോൾ ഒരു കോക്രോച്ചിനെ ഒരു റോൾ മോഡലാക്കി വെക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ കോക്രോച്ചിന് ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് നമ്മളെ എന്താണ് പഠിപ്പിക്കാൻ ഉണ്ടായിരിക്കുക? ഇനി നമുക്ക് ആ ഒരു മോഡലിലേക്ക് ഒന്ന് ചിന്തിച്ചു തുടങ്ങിയാലോ? ഈ ഒരു കോക്രോച്ച് എന്ന് പറയുന്ന ഈ ഒരു സില്ലി ന്യൂസെൻസ് ആയിട്ടുള്ള ഈ ഒരു കോക്രോച്ചിന് നമ്മൾക്ക് ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് എന്താണ് പഠിപ്പിക്കാൻ ഉണ്ടായിരിക്കുക? ഇനി ഗസസ് എന്താണ്? നിങ്ങൾ തന്നെ കോക്രോച്ചിനൊന്ന് ആലോചിച്ചു നോക്കും. ഈ കോക്രോച്ചിൽ നിന്ന് നമുക്ക് എന്തായിരിക്കും, എന്ത് പാഠമായിരിക്കും പഠിക്കാനുണ്ടായിരിക്കുക? സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യാവുന്നു. അഡാപ്റ്റബിലിറ്റി, യെസ്, ഗ്രേറ്റ്. സർവൈവർ, യെസ്. എന്റെ ഈ ടോപ്പിക് എന്നുള്ളത് പോലെ തന്നെ കോക്രോച്ച് ഫ്ലെക്സിബിൾ ആണ്, ഫ്രജൈൽ അല്ല. എന്ത് സിറ്റുവേഷൻ പുസ്തകം കയ്യിലുണ്ട് അതുകൊണ്ടുകൂടി. പുസ്തകം കയ്യിലുണ്ടോ? ഓക്കെ, ശരി, വായിച്ചതാണ്. ഓക്കെ സർ. അപ്പോ ഈ ഒരു കോക്രോച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു കോക്രോച്ചിന്റെ റിസീലിയൻസ്, ഓക്കെ, അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ കോക്രോച്ചിൽ എന്തൊക്കെ ഗ്രേറ്റ്നെസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ വന്നോളും. ഈ കോക്രോച്ചിനെ റോൾ മോഡലാക്കി വെക്കുക എന്ന് പറയുന്നത് തന്നെ അതിലൊരു ഇൻഡിഫറൻസ് തോന്നുന്നുണ്ട് അല്ലേ? ഒരാളോട് പറയാൻ പറ്റുമോ നിങ്ങളുടെ റോൾ മോഡൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്രോച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ഫീൽ എന്താ? ടൈഗർ, ലൈൻ അല്ലെ, ഈഗിൾ, ഹോക്ക് എന്നൊക്കെ പറയാനൊക്കെ ഒരു രസമുണ്ട്. ഈ കോക്രോച്ച് എന്ന് പറയുമ്പോൾ അല്ലെ? ഓക്കെ, അപ്പൊ വൈ എന്നുള്ളതിനുള്ള ആൻസർ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കോക്രോച്ചിനെ റോൾ മോഡൽ ആക്കി വെക്കുന്നത് എന്നുള്ളത്? ഇറ്റ് ഈസ് ദ മോസ്റ്റ് അഡാപ്റ്റീവ് ക്രീച്ചേഴ്സ് ഓൺ എർത്ത്. ഏറ്റവും അധികം അഡാപ്റ്റബിലിറ്റി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ക്രീച്ചർ ആണ് നമ്മളുടെ ഈ കോക്രോച്ച് എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ചാൾസ് ഡാർവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചാൾസ് ഡാർവിൻ, ഹി വാസ് എൻ എവല്യൂഷണറി ബയോളജിസ്റ്റ്. അദ്ദേഹം ഒരു മോട്ടിവേഷണൽ ഗുരു ഒന്നും ആയിരുന്നില്ല. ഹി വാസ് ആൻ എവല്യൂഷണറി ബയോളജിസ്റ്റ്. അദ്ദേഹം പ്രകൃതിയിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു പാഠമാണ് ഇറ്റ് ഈസ് നോട്ട് ദ സ്ട്രോങ്സ്റ്റ് ഓർ ദ മോസ്റ്റ് ഇന്റലിജന്റ് ദാറ്റ് സർവൈവ്സ്, ബട്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് അഡാപ്റ്റീവ് ദാറ്റ് ഡസ്. ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള, ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആളുകളല്ല ഇന്ന് സർവൈവ് ചെയ്യുന്നത്, മറിച്ച് ഏറ്റവും അഡാപ്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് ഇന്ന് സർവൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡൈനസേഴ്സിനെ കുറിച്ചിട്ട് നമുക്കറിയാം അല്ലെ? ഡൈനസേഴ്സ്, ദ ബിഗ്ഗസ്റ്റ് ക്രീച്ചേഴ്സ് ഓൺ എർത്ത്. നമ്മുടെ ഈ ആനയെക്കാളൊക്കെ ഭയങ്കര വലിപ്പമുള്ള ഡൈനസേഴ്സിന് സംഭവിച്ചത് എന്താ? ഐസ് ഒക്കെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ ആ ഒരു എൻവയോൺമെന്റിനോട്, ആ ഒരു പുതിയ അന്തരീക്ഷത്തിനോട് ഡൈനസേഴ്സിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് എക്സ്റ്റിങ്ക്റ്റ് ആയി. ഇന്ന് നമ്മൾ ഡൈനസേഴ്സിനെ മൂവീസിൽ, ആനിമേഷൻസിലൊക്കെയാണ് കാണുന്നത് ഡൈനസേഴ്സിനെ. പക്ഷെ നമ്മളുടെ ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, നമ്മുടെ ഈ കോക്രോച്ചസ് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ കോക്രോച്ചസിന്റെ ആ ഒരു അഡാപ്റ്റബിലിറ്റി കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. എവിടെയുണ്ടല്ലേ ഈ കോക്രോച്ചസിനെ? ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കോക്രോച്ചസിനെ കാണാൻ പറ്റുമോ? നമ്മളുടെ കിച്ചൺസിലുണ്ട്, നമ്മളുടെ ബാത്റൂംസിലുണ്ട്, നമ്മളുടെ സോഫയുടെ കീഴിലുണ്ട്, നമ്മളുടെ കാറിലുണ്ട്. എവിടെ നോക്കിയാലും ഈ കോക്രോച്ചസ് ഉണ്ട്. ഈ കോക്രോച്ചസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളെ പോലെ ഇല്ല. ദേ ഡോണ്ട് വറി. അവർക്ക് വറീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് വറി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ കോക്രോച്ചസിനെ കുറിച്ചിട്ട് ചിൽ അബൌട്ട് ചേഞ്ച്. ആ ഒരു ചിൽ അബൌട്ട് ചേഞ്ച് എന്നുള്ളത് ഇന്നെവിറ്റബിൾ ആണ്. ചേഞ്ച് എന്തായാലും വരും. അപ്പോ ചിൽ അബൌട്ട് ചേഞ്ച് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ആ ഒരു കോക്രോച്ചിനുള്ളത് അല്ലേ?
ഇറ്റ്സ് ഓക്കെ വിൽ അഡ്ജസ്റ്റ്. ആ ഇറ്റ്സ് ഓക്കെ വിൽ അഡ്ജസ്റ്റ് എന്നുള്ളത് ഒരു സ്മൈലോട് കൂടി പറയാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഏതൊരു സിറ്റുവേഷനെയും നമ്മളുടെ ഏതൊരു എൻവയോൺമെന്റ് ചേഞ്ച് ആയി കഴിഞ്ഞാലും അവിടെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇറ്റ്സ് ഓക്കെ വിൽ അഡ്ജസ്റ്റ് സെഡ് വിത്ത് എ സ്മൈൽ. ഈ ഒരു കോക്രോച്ചസ് എന്ന് പറയുന്നതിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അതായത് സമ്മർ ആയിക്കോട്ടെ, മൺസൂൺ ആയിക്കോട്ടെ, വിന്റർ ആയിക്കോട്ടെ, ഹോട്ട് ആവട്ടെ, കോൾഡ് ആവട്ടെ, എവിടെയാണെങ്കിലും ദേ റീപ്രൊഡ്യൂസ് വെൽ. നന്നായിട്ട് തന്നെ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും കോക്രോച്ചസ് ആണ് അല്ലെ. അപ്പോ ക്ലൈമറ്റ് അവരെ ബാധിക്കുന്നില്ല, കാലാവസ്ഥ അതൊന്നും അവരെ ബാധിക്കുന്നേ ഇല്ല. എന്തൊരു സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ഇതൊന്നും കോക്രോച്ചിനെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. എത്ര മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് അല്ലെ, നമ്മളുടെ ഹിറ്റ്, അതുപോലെ ബേഗൺ, ഇതുപോലെയുള്ള കമ്പനീസ് ഒക്കെ നമ്മളുടെ ഈ കോക്രോച്ചസിനെ കളയാനായിട്ട്, ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് എത്ര വർഷങ്ങളായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതാ. എന്നിട്ട് നമ്മൾ കോക്രോച്ചസിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ദേ ആർ സ്റ്റിൽ അലൈവ്. നമ്മളൊക്കെ രാവിലെ ജോലിക്ക് പോകുമ്പോ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മളുടെ കുട്ടികളൊക്കെ ചോദിക്കും അല്ലെ, അല്ലെങ്കിൽ അച്ഛാ ഇങ്ങോട്ടാ പോകുന്നത്, അമ്മ ഇങ്ങോട്ടാ പോകുന്നത്. അപ്പൊ ഈ ഹിറ്റ് അല്ലെങ്കിൽ വേഗൺ തുടങ്ങിയ മൾട്ടിനാഷണൽ തുടങ്ങിയ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അവരുടെ കുട്ടികൾ ചോദിക്കുമ്പോൾ എവിടേക്കാ പോണ്? ആസ് യൂഷ്വൽ ഞാൻ എന്റെ കമ്പനിയിലേക്ക് പോകുന്നു. കമ്പനിയിൽ എന്താ നമ്മൾ എന്താ ചെയ്യുന്നത്? കമ്പനിയിൽ നമ്മൾ കോക്രോച്ചസിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള പ്രതിവിധി കണ്ടുപിടിക്കുകയാണ് അല്ലെ. എന്നിട്ട് നടന്നിട്ടുണ്ടോ? ഇത്ര കാലമായിട്ടും അതിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? കോക്രോച്ചസിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ, ഈ ഒരു ഭൂമിയിൽ നിന്ന് കളയാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? The answer is a big no. ഇല്ല, നമുക്കതിന് സാധിച്ചിട്ടില്ല. എത്ര പേരാണല്ലേ ഈ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്? അതിന്റെ എത്ര ഡിപ്പാർട്ട്മെന്റ്സിൽ, HR, അക്കൗണ്ടിങ്, ഫിനാൻസ് തുടങ്ങിയിട്ട് എത്ര ആളുകളാ ഈ ഒരു കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നത്? അവരുടെ ഒക്കെ ഒരു പ്രൈം ഗോൾ എന്ന് പറയുന്നത് എന്താ? കോക്രോച്ചസിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക. എന്നിട്ടോ ഈ പറയുന്ന നമ്മൾ സില്ലി ആയിട്ട് കാണുന്ന ഈ ഒരു കോക്രോച്ചസിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമ്മളുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലബ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ കോക്രോച്ചസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്? ഏതെങ്കിലും നാഷണൽ പാർക്സ് ഉണ്ടോ കോക്രോച്ചസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്? എന്നിട്ടോ കോക്രോച്ചസിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നോ. അവര് സുഖമായിട്ട് നമ്മളുടെ ഒക്കെ ഇടയിൽ സുഖമായി സർവൈവ് ചെയ്തുകൊണ്ടേ പോകുന്നു അല്ലെ. ഈ ബഗ് സ്പ്രേ എന്ന് പറയുന്ന സംഭവത്തിനോട് വരെ ഇപ്പൊ കോക്രോച്ചസ് അഡാപ്റ്റഡ് ആയി എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു സംഭവം ഒന്നും അവർക്ക് ഇപ്പൊ ഒരു വിഷയമല്ലാതായിട്ട് മാറിയിട്ടുണ്ട്. പുതിയ സ്പ്രേസ് വരും, ഓക്കെ, കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞാൽ അതിനോടും അവർ അഡാപ്റ്റഡ് ആവും. സോ അതാണ് ആ ഒരു കോക്രോച്ച് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഇപ്പോ കോക്രോച്ചിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടോ? യെസ് ഓർ നോ? യെസ്. നമ്മൾ ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന, നമുക്ക് ആ കോക്രോച്ചിനോട് ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡും ഇപ്പോ ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡിലും ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടോ? നിങ്ങൾ എല്ലാരും അവിടെ ഉണ്ടല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. ഓക്കെ, ശരി. ഇനി ഇതാണ് കോക്രോച്ചസിന്റെ അഡാപ്റ്റബിലിറ്റി അല്ലെ. ഇറ്റ് മേ നോട്ട് ബി ദ മോസ്റ്റ് ലവ്ഡ്, ബട്ട് ഇറ്റ് മേ നോട്ട് ബി ദ ഗ്രേറ്റസ്റ്റ്, പക്ഷേ ഇറ്റ് ഇസ് ദ മോസ്റ്റ് പെർസിസ്റ്റന്റ്. നമ്മുടെ കോക്രോച്ച് എന്ന് പറയുന്നത് പെർസിസ്റ്റൻസിന്റെ കാര്യത്തില് നമ്മളുടെ കോക്രോച്ചസിനെ തോൽപ്പിക്കാൻ ആരും തന്നെ ഇല്ല. അപ്പൊ കോക്രോച്ച് ഇങ്ങനെയാണ്, നമുക്കൊരു റോൾ മോഡൽ ഒക്കെ ആക്കി വെക്കാൻ ഓക്കെ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി കോക്രോച്ച് ആറ്റിറ്റ്യൂഡ് നമ്മളുടെ ലൈഫിലേക്ക് എങ്ങനെയാ കൊണ്ടുവരുന്നത്? ഈ ചേതൻ ഭഗത് അദ്ദേഹത്തിന്റെ ബുക്കിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സ്കൂൾ ലൈഫിൽ നമുക്കൊക്കെ അറിയാം, നമ്മളുടെ സ്കൂൾ ലൈഫിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ. ഈ ആർമി സ്കൂൾസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ പേരൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരും, പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് അവരുടെ സ്കൂളൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, മാറേണ്ടി വരും. അപ്പോ ഈ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6th സ്റ്റാൻഡേർഡിലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പേരായിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയി വന്നാൽ 7th ആയി കഴിഞ്ഞാൽ നമ്മൾ മാറി. അപ്പൊ നമ്മളുടെ ഫ്രണ്ട്സിനെ നമുക്ക് മിസ് ചെയ്യും, നമ്മൾ പഠിച്ചിരുന്ന സ്കൂളിന്റെ ഒരു എൻവയോൺമെന്റ് നമുക്ക് മിസ് ചെയ്യും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ആ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു, ബിക്കോസ് ദേ ആർ യൂസ്ഡ് ടു ഇറ്റ്. അതിന് യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ
ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് അവരെ അത് ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കില്ല്, ആ ഒരു അഡാപ്റ്റബിലിറ്റി പ്രാക്ടീസ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് കാരണം ഈ ഒരു കുട്ടികൾക്ക് നല്ല സോഷ്യൽ സ്കിൽസ് ആയിരിക്കും. അവരെ എവിടെ കൊണ്ടുവച്ചാലും അവർ വളർന്നോളും. ദേ ക്യാൻ ഫിറ്റ് എനിവെയർ ക്വിക്ലി. ആ ഒരു പ്രത്യേകത അവരുടെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെ മാറി വരുമ്പോഴും അതിനോട് അഡാപ്റ്റ് ചെയ്ത് ശീലിച്ചുകൊണ്ട് ആ കുട്ടികൾ അവരുടെ സ്കൂൾ ഡേയ്സിൽ തന്നെ ഈ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നന്നായി അവരുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളാണ്. നമ്മളുടെയൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് ഫ്രണ്ട്സിന് മിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് മിസ് ചെയ്യുന്നില്ല. കാരണം നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ രാവിലെ എണീറ്റത് മുതൽ അല്ലെങ്കിൽ നമ്മളുടെ ഇന്റർനെറ്റ് വഴി നമുക്ക് അവരുമായിട്ട് നല്ല കോണ്ടാക്ട്സ് ആണ് അല്ലെ. അവര് രാവിലെ കഴിച്ചത് എന്താ, ഉച്ചയ്ക്ക് കഴിച്ചത് എന്താ, അല്ലെങ്കിൽ അവർ ഇപ്പൊ എവിടെയാ, അവരുടെ ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഫ്രണ്ട്സ് വൺസ് ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അപ്പോ അതുകൊണ്ട് ഈ അഡാപ്റ്റബിലിറ്റി കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് അവരുടെ ലൈഫിൽ അവരുടെ സോഷ്യൽ സ്കിൽസ് ഒക്കെ വളരെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പേരൻസ് ഒക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പേരൻസ് തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ ഇടയിൽ വളർന്നു വരുന്ന കുട്ടികളുടെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ മനസ്സ് തന്നെ മാനസികമായിട്ട് തകരേണ്ട ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പോ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, ഐ ഹാവ് ടു സ്റ്റഡി ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ അറ്റ് ഹോം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് മാറിക്കഴിഞ്ഞാൽ ഐ കനോട്ട് സ്റ്റഡി ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ അറ്റ് ഹോം എന്നുള്ളതിൽ നിന്നും ഐ ഹാവ് ടു സ്റ്റഡി ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ അറ്റ് ഹോം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്ത് ഹസാർഡ്സ് നമ്മളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ എന്ത് സിറ്റുവേഷൻസ് ആണ് നമ്മളുടെ ലൈഫിൽ എന്നുണ്ടെങ്കിലും നമ്മളുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് ആർജിക്കാനായിട്ട് കഴിയും. അപ്പോ നമ്മളുടെ ഒരു കോക്രോച്ച് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, കോക്രോച്ച് ആറ്റിറ്റ്യൂഡ് നമ്മൾ നമ്മളുടെ ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കി കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നാണ് ചേതൻ ഭഗത് അദ്ദേഹത്തിന്റെ ബുക്കിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ലൈഫിലെ ഇൻസിഡന്റ് വെച്ച് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാലത്ത് അദ്ദേഹം ഒരു ഹോങ്കോങ്ങിലാണ് അദ്ദേഹത്തിന്റെ ജോലി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ ഒരു ചൈനീസ് കൾച്ചർ, അതുപോലെ ആ ഓഫീസിലെ ആ ഒരു അമേരിക്കൻ കൾച്ചർ, ബാങ്കിലെ ആ ഒരു അമേരിക്കൻ കൾച്ചർ, അതിനോടൊക്കെ യോജിച്ചു പോവാനായിട്ട് അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മള് മലയാളികളായാലും നമുക്കൊക്കെയും ഒരു പ്രത്യേകത ഉണ്ടല്ലേ, നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മള് ഔട്ട്സൈഡ് നമ്മളുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ഹണ്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഹണ്ട് ചെയ്യുക ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ നമുക്ക് ആ ഒരു ഉച്ച സമയമൊക്കെ ആയി കഴിഞ്ഞാൽ ആ ഒരു ചോറ്, ആ ഒരു മീൻകറി, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷായി അല്ലെ. അപ്പോ ഇതുപോലെയുള്ള നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻസിനോട് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിലാണെങ്കിൽ ഈ ഒരു ചൈനീസ് കൾച്ചറും ഈ ഒരു അമേരിക്കൻ കൾച്ചറൊക്കെ കുറച്ചു കാലം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി തോന്നി എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അദ്ദേഹം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഹണ്ട് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഈ ഒരു ചൈനീസ് ക്വിസീനൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അദ്ദേഹത്തിന്റെ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അമേരിക്കൻ കൾച്ചറിനെ കുറിച്ച് അദ്ദേഹം ഒരു ബുക്ക് വാങ്ങിച്ചു. അവിടെ ഈ അമേരിക്കൻസിനും അമേരിക്കൻ മദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മദേഴ്സിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്വഭാവമാണ് കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ, ഈ അമേരിക്കൻ മദേഴ്സും ഇന്ത്യൻ മദേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ്? നമ്മൾ എപ്പോഴും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് എന്താ? അമേരിക്കൻ മദേഴ്സും ഇന്ത്യൻ മദേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എനിബഡി? ഇന്ത്യൻ മദേഴ്സ് കമ്പാരിറ്റീവ്ലി കുട്ടികളെ കൂടുതൽ സ്പൂൺ ഫീഡ് ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ്, കുട്ടികൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം അമേരിക്കൻ മദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സെൽഫ് റിലയന്റ് ആക്കി വളർത്താനുള്ള ബോധപൂർവമായ ശ്രമം അവർ നടത്താറുണ്ട് എന്നുള്ളതാണ്. കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്താനുള്ള ഒരു ശ്രമമാണ് അവരിൽ. യെസ്, ഇൻഡിപെൻഡൻസ് അത് തന്നെയാണ് അവിടെ നടത്തുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു രീതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത് വളരെ ആദ്യം ഈ ഒരു അമേരിക്കൻ കൾച്ചറിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ട് തോന്നി എന്നുണ്ടെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇന്ത്യൻ മദേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരാളെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ എത്രയാണ് നിങ്ങളുടെ സാലറി, അല്ലെങ്കിൽ കല്യാണം ഇനി ആയില്ലേ,
തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചു തുടങ്ങുന്നത് അല്ലേ. പക്ഷെ അവിടെ അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഈ ഒരു കൾച്ചർ അദ്ദേഹം പഠിച്ചു തുടങ്ങി, അതിനോട് അദ്ദേഹം അഡാപ്റ്റഡ് ആയി, അദ്ദേഹത്തിന്റെ ജോലിയിൽ, അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം വിജയിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം ഹി ട്രൈ ടു എൻജോയ് ഹോങ്കോങ്. ഹോങ്കോങ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അദ്ദേഹം എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ കരിയർ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബുക്സ്, അദ്ദേഹത്തിന് നമ്മൾ ഒരു ബെസ്റ്റ് ഒരു റൈറ്റർ ആയിട്ടാണല്ലോ ചേതൻ ഭഗത് അറിയപ്പെടുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഈ ഒരു എഴുത്തൊക്കെ തുടങ്ങിയ ഒരു സമയത്ത് ഐ എയ്റ്റ് ദ എലിഫന്റ് എന്നുള്ള ഒരു ബുക്കാണ് അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഐ എയ്റ്റ് ദ എലിഫന്റ് എന്നുള്ള ബുക്ക് 10ഓളം റിജക്ഷൻസ് ആണ് ആ ഒരു ബുക്കിന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഈ ഒരു ബുക്കുമായിട്ട് പബ്ലിഷേഴ്സിനെ ഒക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലാവരും അത് റിജക്ട് ചെയ്തു. ഈ ഒരു ബുക്ക് റിജക്ട് ചെയ്യാണ് ചെയ്തത്. കുറച്ചൊരു ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ വന്നു. കാരണം ഒരു പബ്ലിഷർ അല്ല, ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 10ഓളം പബ്ലിഷേഴ്സിനെ പോയി കണ്ടു. എല്ലാവരും ഈ ബുക്ക് റിജക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം ആലോചിച്ചു, ഈ ഒരു സിറ്റുവേഷനിൽ വാട്ട് വുഡ് എ കോക്രോച്ച് ഡു? ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കോക്രോച്ച് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ കോക്രോച്ച് വോണ്ട് സ്ക്രീം ഇഫ് ഇറ്റ് വാസ് ചേസ്ഡ് ഔട്ട് അല്ലെ ഓഫ് ദ കിച്ചൺ. എന്താ ഈ കോക്രോച്ച് ചെയ്യുക? കോക്രോച്ചിനെ നമ്മൾ എവിടുന്നെങ്കിലും പറഞ്ഞയച്ചു എന്ന് വെച്ച് കോക്രോച്ച് ഇരുന്ന് കരയല്ല ചെയ്യുന്നത്. കോക്രോച്ച് ഹൈഡ് ചെയ്യും. വരാനുള്ള അല്ലെങ്കിൽ പുറത്ത് വരാനുള്ള ആ ഒരു ആപ്റ്റ് ടൈം ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം അഗെയിൻ. യെസ്. അപ്പോ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ആലോചിച്ചു, എന്തുകൊണ്ടാണ് എന്റെ ബുക്സിന് ഇത്രയും റിജക്ഷൻസ് വന്നത്? അദ്ദേഹം ഫീഡ്ബാക്ക് എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബുക്കിൽ ഒരു സ്പാർക്ക് ഓഫ് ഹ്യൂമർ ഇസ് ദെയർ. അപ്പൊ കുറച്ചുകൂടി ഫണ്ണി ആയിട്ടുള്ള ബുക്സ് എഴുതി നോക്കൂ, അത് നന്നായിട്ട് വർക്ക്ഔട്ട് ആവും. അപ്പൊ അദ്ദേഹത്തിന്റെ ഈഗോ ഒക്കെ മാറ്റിവെച്ചു. അദ്ദേഹത്തിന്റെ ഈഗോ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഫീഡ്ബാക്ക് എടുത്ത് അദ്ദേഹം ഈ കാര്യങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ 5 പോയിന്റ് സംവൺ എന്നുള്ള ഈ ഒരു ബുക്ക് ഇതേ പബ്ലിഷർ, അതായത് ഈ ഒരു അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള സ്ഥലത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു 5 പോയിന്റ് സംവൺ എന്നുള്ള ഈ ഒരു ബുക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് ബുക്സ് ആയിട്ട് തന്നെ വരികയാണ്. അപ്പോൾ ആ ഒരു ഈഗോ മാറ്റിവെച്ച് ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹം മനസ്സിലാക്കി. അവിടെ അദ്ദേഹം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ he became successful. അദ്ദേഹം ആ ഒരു കോക്രോച്ച് ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ കൊണ്ടുവന്നപ്പോൾ he became successful. ഈ വാട്ട് ഇഫ് എന്നുള്ള ആ ഒരു സംഭവം, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ആലോചിക്കുന്നത് ഞാൻ അതിൽ വിജയിച്ചില്ലെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്ത, ആ വാട്ട് ഇഫ് എന്നുള്ള ആ ഒരു സംഭവം അല്ലെ. വാട്ട് ഇഫ് എന്നുള്ളത്, ഇനി ഞാൻ സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോ വാട്ട് ഇഫ്, ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ വാട്ട് ഇഫ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് കൊണ്ടുവരുന്ന ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ആക്ടിവിറ്റീസിൽ അത് കൊണ്ടുവരുന്ന ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. ചേതൻ ഭഗത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ എം നോട്ട് ദ ബെസ്റ്റ് റൈറ്റർ ബട്ട് ഐ എം എ ബെസ്റ്റ് സെല്ലിംഗ് റൈറ്റർ. ഞാനൊരു ബെസ്റ്റ് റൈറ്റർ അല്ല, ബട്ട് ഐ എം എ ബെസ്റ്റ് സെല്ലിംഗ് റൈറ്റർ. Why? Because I constantly evolve and adapt with time. I constantly evolve and adapt with time. Yes, adaptability, that's it. അപ്പോ ലേണിംഗ് ടു അഡാപ്റ്റ് ബെറ്റർ, അതാണ്. അപ്പോ ഈ ഒരു ക്വാളിറ്റി തന്നെയാണ് നമ്മളുടെ ഈ കോക്രോച്ചിൽ നിന്നും നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടതും പഠിക്കണം. ഇനി നമുക്ക് ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആയല്ലോ. കുറെ നേരമായിട്ട് ഞാൻ ഈ കോക്രോച്ചിന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആയാലോ? ആർ യു ഓൾറെഡി? നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ആ ഒരു ലെവൽ ഏതാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് സിംപ്ലി ജസ്റ്റ് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മൈൻഡിൽ അതിന് യെസ് ആണോ നോ ആണോ ആൻസർ എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി നിങ്ങളുടെ മൈൻഡിൽ. ഓക്കെ, ആർ യു ഓൾ റെഡി? ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണോ? റിപ്പീറ്റ്, നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, അവയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണോ? യെസ് ഓർ നോ, ഉള്ളില് മനസ്സിലാലോചിച്ചാലും മതി. മൂവിങ് ഓൺ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. എല്ലാ സാഹചര്യങ്ങളും കംഫർട്ടബിൾ ആയാൽ മാത്രമാണോ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക?
എല്ലാ സിറ്റുവേഷൻസും എല്ലാ സാഹചര്യങ്ങളും കംഫർട്ടബിൾ ആയി വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണോ നിങ്ങൾക്ക് നിങ്ങളുടെ 100% എഫേർട്ട് എടുത്തുകൊണ്ട് ഒരു വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റിന് ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വരുന്നുണ്ട്, യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള രീതിയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്സ്, നിങ്ങളുടെ ചോയ്സ് എല്ലാം ശരിയാണ്. പക്ഷെ അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളുടെ പൊളിറ്റിക്സ്, നിങ്ങളുടെ ചോയ്സ് മാത്രമാണ് ശരി, അതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതെല്ലാം തെറ്റാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഓണസ്റ്റ് ആൻസേഴ്സ് മൈൻഡിൽ തന്നാൽ മതി. ഓണസ്റ്റ് ആൻസേഴ്സ് മൈൻഡിൽ ആലോചിച്ചാൽ മതി. And the last and the final question, do you find it hard to change even though you know you must? നിങ്ങൾക്കൊരു ചേഞ്ച് ആവശ്യമാണ് എന്ന് നിങ്ങൾക്കറിയാം, അത് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്കറിയാം, ബട്ട് സ്റ്റിൽ ഡു യു ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു ചേഞ്ച്? മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ. ഡു യു ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു ചേഞ്ച് ഈവൻ ദോ യു നോ യു മസ്റ്റ്? ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻസിനും Do you find it hard to change even though you know you must? നിങ്ങൾക്ക് ഒരു ചേഞ്ച് വേണം എന്നുള്ളത് നിങ്ങൾക്കറിയാം, എന്നാലും ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങൾ ബുദ്ധിമുട്ടാറുണ്ടോ? നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ മാറാൻ ശ്രമിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Yes, ma'am. Yes. യെസ് സർ, മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു മാറ്റം വേണം എന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറണം എന്നുള്ളത് നിങ്ങൾക്കറിയാം, പക്ഷേ ആ ഒരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്, ഇപ്പൊ മാറാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ശരി, ആ ഒരു മാറ്റം അല്ലെ. വി മേ ഹേറ്റ് ചേഞ്ച് ബട്ട് വി മസ്റ്റ് ചേഞ്ച്. ഈ ചേഞ്ച് എന്ന് പറയുന്നത് ആവശ്യമാണ് അല്ലെ, ആവശ്യമാണ് എന്ന് നമുക്കറിയാം. നമുക്ക് ചേഞ്ച് ചെയ്യാൻ, നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാൻ അല്ലെങ്കിൽ മാറാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ചേഞ്ച് അല്ലെ. വി മസ്റ്റ് ചേഞ്ച്. As you grow older, your body will change അല്ലെ. നമ്മൾ 20s പോലെയല്ല നമ്മൾ 40s നമ്മളുടെ 20s എങ്ങനെയാണോ അതുപോലെ അല്ലല്ലോ നമ്മൾ 40s. നമ്മളുടെ ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെ ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് പ്രായമായി അല്ലെ. അപ്പൊ ആ ഒരു പ്രായമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് നമ്പർ എന്നുള്ളത് നമ്മൾ പറയുമല്ലോ അല്ലെ. നമുക്ക് കൂടുതലും നമ്മളുടെ 30s 40s എത്തുമ്പോ ഈ 30s 40s എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പമാണ് അല്ലെ. അപ്പോ അതുപോലെ പക്ഷേ ദ ഫാക്ടേഴ്സ്, നമ്മള് ഒരു 18 വയസ്സിൽ നമ്മളൊരു നല്ല ബോയ് ഫ്രണ്ട് ആയിരുന്നിരിക്കാം, പക്ഷേ ഒരു 10-38 വയസ്സ് എത്തുമ്പോ അതുപോലെയുള്ള നല്ലൊരു ഹസ്ബൻഡ് ആയിക്കൊള്ളണം എന്നില്ല. നല്ലൊരു ബോയ് ഫ്രണ്ട് ആവാൻ നമ്മൾ കൂളായാൽ മതി അല്ലെ. പക്ഷേ നമ്മൾ ഒരു നല്ല ഹസ്ബൻഡ് ഒക്കെ ആയിട്ട് മാറുമ്പോ, നിങ്ങളൊരു നല്ല ഹസ്ബൻഡ് ഒക്കെ ആയിട്ട് മാറുമ്പോ അവിടെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ 18 വയസ്സിൽ നമ്മൾ എങ്ങനെയാണോ അതുപോലെയല്ല 38 വയസ്സിൽ. പക്ഷേ നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മാറുന്ന സിറ്റുവേഷൻസിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ട് കഴിഞ്ഞാൽ, നമ്മൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, ദോ വി മേ ഹേറ്റ് ചേഞ്ച്, ആ ഒരു ചേഞ്ച് നമ്മൾക്ക് വേണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അഡാപ്റ്റബിലിറ്റി നമ്മൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ലൈഫിൽ വരുന്ന എന്ത് സിറ്റുവേഷൻസ് എങ്ങനെ മാറി മറിഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ചിൽ അബൌട്ട് ചേഞ്ച് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു ചിൽ അബൌട്ട് ചേഞ്ച് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഒന്നിനും ആർക്കും സാധിക്കും.
ഓക്കെ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ കോക്രോച്ചിന്റെ അഡാപ്റ്റബിലിറ്റിയെ കുറിച്ചാണ്. അഡാപ്റ്റബിലിറ്റി മാത്രമല്ല കേട്ടോ ഈ കോക്രോച്ച് നമ്മളെ പഠിപ്പിക്കണം. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ when life changes, cockroach spirits do not panic. They shift, they adjust, they evolve. ആ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് അഡാപ്റ്റബിലിറ്റിയിൽ വരുന്നത്. പിന്നെ എത്ര വാതിലുകൾ നമ്മളുടെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടാലും അതിന്നൊക്കെ നമ്മൾ ബൗൺസ് ബാക്ക് ആയിട്ട് വരും അല്ലെ? ബൗൺസസ് ബാക്ക് എവറി സിംഗിൾ ടൈം. കോക്രോച്ച് അങ്ങനെയല്ലേ? ഒരു അടി കൊടുത്താലൊന്നും കോക്രോച്ചിനൊന്നും സംഭവിക്കില്ല, പിന്നെയും ബൗൺസ് ബാക്ക് ചെയ്ത് വരികയാണ് അല്ലെ? ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇനി എന്ത് ബഗ് സ്പ്രേ അടിച്ചു കഴിഞ്ഞാലും പിറ്റേ ദിവസം കോക്രോച്ച് വീണ്ടും അവിടെ തന്നെ വരും. അപ്പൊ ആ ഒരു പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഈ ഒരു കോക്രോച്ച് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതാണ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ലോ ഈഗോ. ഒരാൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും ചേഞ്ച് നമ്മളുടെ സ്വഭാവത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അത് തെറ്റായിട്ട് കാണുന്നതിന് പകരം യെസ് അത് ശരിയാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ചേഞ്ച് നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. ദേ ഡോണ്ട് നീഡ് അപ്ലോസ് ടു സർവൈവ്. കോക്രോച്ചിന് ഒരു 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 എല്ലാവരുടെയും കൈയടികളൊന്നും ആവശ്യമൊന്നുമില്ല സർവൈവ് ചെയ്യാനായിട്ട്. അത് അങ്ങനെ ജീവിച്ചു പോകും അല്ലെ? ദേ ജസ്റ്റ് കീപ് ഗോയിങ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് എല്ലാവരും കൈയടിച്ചാലേ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും കോക്രോച്ചിനില്ല. ഇറ്റ് കീപ്സ് ഗോയിങ് അല്ലെ? ദേ ഡോണ്ട് നീഡ് അപ്ലോസ് ടു സർവൈവ്, ദേ കീപ് ഗോയിങ്. ആ ഒരു ലോ ഈഗോ. അതുപോലെ സർവൈവൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്രോച്ചിന് കൃത്യമായിട്ട് അറിയാം എവിടെ ഒളിക്കുന്നു, എപ്പോ പുറത്തു വരണം അല്ലെ, എപ്പോ എസ്കേപ്പ് ചെയ്യണം. ഇവിടെ എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വിസ്ഡം ആണ്. വിസ്ഡം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം. അവിടെ വരുന്നത് ഫിയർ എന്ന് പറയുന്ന സംഭവമല്ല, വിസ്ഡം എന്ന് പറയുന്ന സംഭവമാണ് അല്ലെ? രാത്രി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നായി കോക്രോച്ച് വരുന്നതെന്നുള്ളത് നമുക്കറിയോ? ഇല്ല. പക്ഷെ ഈ രാവിലേക്ക് ഇത് എവിടെ ഒളിച്ചിരിക്കണേ എന്നുള്ളത് നമുക്കറിയോ? ഇല്ല. എവിടെ ഹൈഡ് ചെയ്യണം, എപ്പോ പുറത്തു വരണം, എപ്പോ എസ്കേപ്പ് ചെയ്യണം, ഇത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ സർവൈവൽ ഇന്റലിജൻസ് അതാണ് നമുക്ക് ഏറ്റവും അധികം ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ട ഒരു ക്വാളിറ്റി. അതുപോലെ അൺകില്ലബിൾ മൈൻഡ് സെറ്റ് അല്ലെ? എത്ര ഈ ലോകം മുഴുവൻ കോക്രോച്ചിനെ ക്രഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചാലും ദേ റൈസ് ക്വയറ്റ്ലി, ഫിയർസ്ലി. എങ്ങനെയും അവർ റൈസ് ചെയ്തോളും. എത്ര ഈ ലോകം മുഴുവൻ ദ വേൾഡ് ക്യാൻ ട്രൈ ടു ക്രഷ് ദം, പക്ഷേ ദേ റൈസ് എങ്ങനെയും റൈസ് ചെയ്യും. ആ അൺകില്ലബിൾ മൈൻഡ് സെറ്റ് അല്ലെ? ആ ഒരു അൺകില്ലബിൾ മൈൻഡ് സെറ്റ് അതാണ് നമ്മൾ ആ ഒരു കോക്രോച്ചിൽ നിന്നും പഠിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ ഏത് സെറ്റ് ബാക്ക് നമ്മുടെ ലൈഫിൽ എന്ത് സെറ്റ് ബാക്ക് വന്നാലും നമ്മുടെ മുന്നിൽ രണ്ട് പാത ഉണ്ടല്ലേ? എന്ത് ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും, എന്ത് ഒരു ഒബ്സ്റ്റക്കിൾ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും, ഏതൊരു സെറ്റ് ബാക്കിനും രണ്ട് പാതകൾ വരുന്നുണ്ട്. വി കൻ എയ്തർ ക്വിറ്റ്, അല്ലെങ്കിലോ നമുക്കൊന്നില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രോളിംഗ് ഫോർവേഡ്, എഴഞ്ഞാണെങ്കിലും മുന്നോട്ട് നീങ്ങാം അല്ലെ? ചൂസ് യുവർ പാത്ത്. യെസ്, എവറി സെറ്റ് ബാക്ക് ഹാസ് ടു പാത്ത്സ്, quitting or crawling forward. Choose your path. Dear participants, choose your path. അപ്പോ ഈ ഒരു അഡാപ്റ്റബിലിറ്റി എന്നുള്ളത് നമ്മൾ ഒരു അഡാപ്റ്റ് എന്ന് പറയുന്ന അതിനെ നമ്മളൊന്ന് അഡാപ്റ്റിനെ ഞാൻ അതിനെ ഓരോ വേർഡ്സും, അതായത് ഓരോ ലെറ്റേഴ്സും ADAPT എന്നുള്ള ഈ ഒരു അഡാപ്റ്റിനെ അതിനെ ഞാൻ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡാപ്റ്റിലെ എക്ക് നമുക്ക് എന്ത് കൊടുക്കാം? അഡാപ്റ്റിലെ എ ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ കോക്രോച്ച് ആറ്റിറ്റ്യൂഡിൽ നിന്നും ഞാൻ എന്റെ ഓഡിയൻസിൽ നിന്നാണ്, പാർട്ടിസിപ്പൻസിൽ നിന്നാണ് അതിനുള്ള ആൻസേഴ്സ് പ്രതീക്ഷിക്കുന്നത്. ചേഞ്ചസ് വരാം. എക്സാക്ട്ലി അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അക്സെപ്റ്റ് ചേഞ്ചസ്. നമുക്ക് എന്ത് ചേഞ്ച് വന്നാലും അക്സെപ്റ്റ് ഇറ്റ്. എന്ത് ചേഞ്ച് വന്നാലും വിൽ മൂവ് ഓൺ, അക്സെപ്റ്റ് ചേഞ്ചസ്. ഡിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഡിറ്റർമിനേഷൻ. യെസ്. എനി അതർ ആൻസേഴ്സ്? ഡൈനാമിക്. യെസ്. സിമ്പിൾ പറഞ്ഞ ഡു ഇറ്റ്. വാട്ട് യു സേ, ഡു ഇറ്റ്. യെസ്. ഓക്കെ. ഡി എന്ന് പറയുമ്പോൾ ഡോണ്ട് പ്ലീസ് ഇനീഷ്യേറ്റ് ആക്ഷൻ, ഡിസിഷൻ മേക്കിംഗ്. യെസ്, ഓഫ് കോഴ്സ്. ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഇറ്റ് മാറ്റേഴ്സ്.
ഡി എന്ന് പറയുമ്പോൾ ഡോണ്ട് ഫ്രീസ് ഇനീഷ്യേറ്റ് ആക്ഷൻ. ഇവിടെ വന്നിട്ടുള്ള സജഷൻസ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണ്. ഞാൻ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞതേ. ഡോണ്ട് ഫ്രീസ് ഇനീഷ്യേറ്റ് ആക്ഷൻ. അടുത്തത് എ. ഒരു എ കൂടി വരുന്നുണ്ട്. ഒന്ന് നമ്മൾ അക്സെപ്റ്റ് ചേഞ്ചസ് ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത എ എന്തായിരിക്കും? അവയർനെസ്. അവയർനെസ് ഓഫ് ദ സിറ്റുവേഷൻ അല്ലേ? ഓക്കെ, അവയർനെസ്. ഓക്കെ. നമ്മുടെ കോക്രോച്ച് ആറ്റിറ്റ്യൂഡിന് കോക്രോച്ച് ചെയ്യുന്ന എന്താ? Agility. യെസ് സർ. assess the situation. Yes, assess the situation, adapt, adjust quickly. അല്ലെ? It's adjusting to the situations. Adjust quickly. P എന്തായിരിക്കും? P. Prioritize. Prioritize. Yes. അല്ലെങ്കിൽ Patience. yes, yes sir. Patience. Patience. Yeah. Yes, great. Or put yourself first. Put yourself first. Self-love. Persistence. സ്ഥിരത. Yes, persistence. Yes. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. Persistence. Okay. And finally T. T എന്തായിരിക്കും? അഡാപ്റ്റിലെ T. നമുക്ക് എന്ത് പറയാം? എന്ത് കൊടുക്കാം Tക്ക്? Transfer. Change. Transformation. Take responsibility. Take responsibility. Yes. Take responsibility. Tolerance. Tolerate. Okay. Tenacity. ദൃഢത. ദൃഢത. Okay. Take away. Takeaways. Okay. Thrive in uncertainty. Thrive in uncertainty. എന്ത് അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിലും thrive in uncertainty. So A, accept changes. D, don't freeze, initiate action. A, adjust quickly. P, persistence. And T, thrive in uncertainty. ഇതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള എക്കും ഡിക്കും എക്കും പിക്കും ടിക്കും ഒക്കെ വന്നിട്ടുള്ളത് വളരെ നല്ല സജഷൻസ് ആണ്. അപ്പോ ആ ഒരു കാര്യങ്ങൾ ഇത്രയുമാണ് നമ്മൾ കോക്രോച്ച് ഓക്കെ സൂര്യ പാർട്ടിസിപ്പൻസ്. അപ്പോ ഇന്ന് നമ്മൾ ചെറിയൊരു ക്രീച്ചർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ സില്ലി ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ക്രീച്ചറിൽ നിന്നും എന്തൊക്കെ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ ഗ്രേറ്റ്നെസിനെ കുറിച്ച് കോക്രോച്ചിൽ നമുക്ക് എന്ത് പഠിപ്പിക്കാം, നമ്മളെ എന്ത് പഠിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു കുറച്ച് സമയം നമ്മള് ഒരു ഡിസ്കഷനിലൂടെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോ as I have told earlier, every setback has two paths, quitting or crawling forward. Choose your path. Thank you. Thank you. താങ്ക് യു മാം. ഒരു നമ്മളൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന പാറ്റ അല്ലെങ്കിൽ കൂറാന്നൊക്കെ പറയും. ലേഡീസിനൊക്കെ ഭയങ്കര പേടിയാണ്. ലേഡീസ് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടില് ഞാൻ അത് കാരണം പറഞ്ഞു എല്ലാവരും അല്ല, അതിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ അന്ന് ചോറും വേണ്ട, ആ റൂമിൽ ഉറങ്ങും വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ അവരെ വെച്ചിട്ട് മനുഷ്യന്റെ ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അവരിൽ എത്ര പഠിക്കാനുണ്ട് എന്നുള്ളത്. നമ്മൾ തന്നെ ഇവിടെ ചെക്കിങ്ങാരൊക്കെ വരുമ്പോൾ റെസ്റ്റോറന്റ് ആണ് നമ്മളെ ഫീൽഡ്. ഒരു സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാല് ഈ സാധനം കാണാം പിന്നെ എവിടുന്നൊക്കെ ജീവൻ വെച്ചിട്ട് വരുന്നു. പിന്നെ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ സാധനം ആ സംഭവത്തിൽ ഉണ്ടെന്നേ അറിയില്ല. പക്ഷെ ഇവര് ഈ മറ്റൊരു വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇവർ ഒരു പടയായിട്ട് ഇങ്ങനെ പുറത്തു പോകണാണ്. അപ്പൊ അവരെ ലൈഫ് നമുക്ക് കുറെ പഠിക്കാനുണ്ട് അവരെ ലൈഫിൽ. ഏതായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. വി മസ്റ്റ് അഡാപ്റ്റ് ടു ചേഞ്ച്. ലാസ്റ്റ് അഡാപ്റ്റ് എന്നുള്ളൊരു വാക്ക് വെച്ചിട്ട് അതിന്റെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ട് മാറ്റങ്ങളോട് നമുക്ക് പൊരുത്തപ്പെടണം. ഏതായാലും ഇനിയുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ എല്ലാവരുടെയും ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് പ്ലീസ് വെൽക്കം ഓൾ. Good evening, good morning. Excellent session, രമ്യ. നല്ല കാര്യമാണ്. ചെറിയൊരു നേരത്തെ ഉസ്മാൻസ്ക പറഞ്ഞ മാതിരി ചെറിയൊരു സില്ലിറ്റി ക്രിയേച്ചർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ കാണുന്നവരിന്ന് ഒരു റോൾ മോഡലാക്കി, ഒരു കോക്രോച്ച് റോൾ മോഡലാക്കി ജീവിക്കണം പറഞ്ഞ് നല്ലൊരു സെഷനായിരുന്നു. ആ അഡാപ്റ്റിൻ്റെ എക്സ്പ്ലനേഷനും അക്സെപ്റ്റ് ചേഞ്ച്, ഡോണ്ട് ഫ്രീസ്, ഇനിഷ്യേറ്റ് ആക്ഷൻ, അഡ്ജസ്റ്റ് ക്വിക്ക്ലി, ടേക്ക് റെസ്പോൺസിബിലിറ്റി, ത്രൈവ് ഇൻ അൺസർട്ടനിറ്റി എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വേർഡായിരിക്കും. നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു വെരി മച്ച്. മാഡം, രമ്യ മാഡം.
നല്ല വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. ഇപ്പോ മാഡം പറയാത്തൊരു പോയിന്റ് നമ്മുടെ ഉസ്മാൻ സാർ പറഞ്ഞു. വലിയ വലിയ പുലികൾ, നമ്മളെ പുലികളാന്ന് കരുതുന്ന പലർക്കും ഭയമുള്ളൊരു സാധനമാണ് ശരിക്കും കോക്രോച്ച്. ഒരു ഇറാഷണൽ ഫിയർ. അതിനൊരു ആ ഫോബിയക്ക് ഒരു പേര് കൂടി ഉണ്ട്, ടെറ്റ്സെരിഡഫോബിയ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഫോബിയ ഒരുപാട് പേരിലുണ്ട്, ഒരുപാട് ഭയങ്കര ധൈര്യശാലികളായ ആൾക്കാർ. ഇവിടുത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓത്തറാണ് ചേതൻ ഭഗത്. ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സെയിം ബുക്ക് ഞാനിപ്പോ ഒരു പ്ലാറ്റ്ഫോമിൽ ഓരോരോ റൂൾ ഓരോ ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇത് എഴുതാനുള്ളൊരു കാരണം അദ്ദേഹം പറയുന്നുണ്ട്. ഒരു സൊമാറ്റോ ഡെലിവറി ബോയിന്റെ സങ്കടത്തിൽ നിന്നാണ് അവനെ റെഡിയാക്കാൻ വേണ്ടി ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ റൂളുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയുന്നത്. ഇപ്പൊ ചേതൻ ഭഗത്ത് ഇപ്പം കോക്രോച്ചിന്റെ എഴുതാൻ ഏറ്റവും യോഗ്യനായ ആളാണ്. കാരണം IIT ഡൽഹിയിൽ പഠിച്ച് IIM അഹമ്മദാബാദ് പഠിച്ച് അവസാനം അദ്ദേഹം അഡാപ്റ്റ് ചെയ്യുന്നത് ബാങ്കിങ് സെക്ടറിലേക്കാണ്. ആ ബാങ്കിങ് സെക്ടറിൽ ഏറ്റവും സക്സസ്ഫുൾ ആയി നിന്നുകൊണ്ട് പിന്നെ റൈറ്റിംഗിലേക്ക് അഡാപ്റ്റ് ചെയ്ത് 18 മില്യൺ കോപ്പികളോളം സെയിൽ ചെയ്തിട്ട് ഒരാളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകം, ഗേൾ ഫ്രണ്ട് ആയാലും, വൺ നൈറ്റ് അറ്റ് കോൾ സെന്റർ ആയാലും, 2 സ്റ്റേറ്റ്സ് ആയാലും, 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് ആയാലും, പിന്നെ സിനിമയാക്കിയിട്ടുള്ള കൈപ്പോച്ചെ, അതുപോലെ എന്താ പറയാ ഒരുപാട് ഹെലോ പോലെയുള്ള 3 ഇഡിയറ്റ്സ്, ഇപ്പൊ മാഡം നേരത്തെ പറഞ്ഞ 5 പോയിന്റ് സമ്മൺ 3 ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ആക്കിയതാണ്. എല്ലാം ബെസ്റ്റ് സെല്ലർ ആയിരുന്നു എന്ന് പറയാം. ഇപ്പം ഫിലിമായാലും ഇതായാലും. ഏതായാലും ഈ 11 റൂളുകളും ഞാനും അഡ്വൈസ് ചെയ്യുന്നു എല്ലാവർക്കും. ഈ പുസ്തകം എല്ലാവരും വായിക്കേണ്ട സാധനമാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഡോണ്ട് കോംപ്രമൈസ് ഓൺ യുവർ ഫിറ്റ്നസ്, അതിൽ നിന്നാണ് തുടങ്ങുന്നത്. ദെൻ സെക്കൻഡ് ഇറ്റ് കംസ് ടു മാസ്റ്റർ യുവർ ഇമോഷൻ. 7ാമത്തെ റൂള് മാഡം പറഞ്ഞു ഈറ്റ് ദ എലിഫന്റ്, അല്ലെ? 7ാമത്തെ റൂളാണ് ഈറ്റ് ദ എലിഫന്റ്. അങ്ങനെ എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിവിടെ അതിമനോഹരമായിട്ട് പരിചയപ്പെടുത്തി, ഏറ്റവും രസകരമായിട്ട്, വിത്ത് സ്ട്രോങ് വോയിസ്, വിത്ത് ഗുഡ് കൂൾ പ്രസന്റേഷൻ. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഡേ. എനിക്കും ഇന്ന് ഒരുപാട് ടേക്ക് അവേ ഉണ്ട്. ഞാൻ ഈ ബുക്കിനെ പറ്റി എടുക്കുന്ന ആളായതുകൊണ്ട് എനിക്കത് നാളെ പ്രസന്റ് ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് കൂടി മാഡം തന്നു. സോ താങ്ക് യു അബൌട്ട് ദാറ്റ്. രമ്യ മാം അടിപൊളി സെഷൻ ആയിരുന്നു. ഹലോ, അടിപൊളി സെഷൻ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഒരു എന്താ പറയാ നീറ്റ് ആൻഡ് എന്താ പറയാ അവർ നമുക്ക് തരുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, വളരെ നീറ്റായിട്ടും അതുപോലെ സൗണ്ടായിട്ട് ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സൗണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കി കോക്രോച്ചിനെ കുറിച്ച് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ എന്താണെന്ന് ഹൈഡ് ചെയ്യുന്നിടത്ത് ഹൈഡ് ചെയ്യണം. പിന്നെ നമ്മള് പുറത്തെടുക്കുന്നിടത്ത് നമ്മൾ പുറത്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലി, നമ്മളെന്താണ് നമ്മളെ ഒരു വിജയം അല്ലെങ്കിൽ ഒരു ഈഗോ ഇല്ലാത്ത രൂപത്തിൽ നമ്മളെ തന്നെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു ഐ ഓപ്പണിംഗ് ആണ് മാഡത്തിന്റെ സെഷൻ എന്ന് മനസ്സിലായിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. നന്നായിരുന്നു, ക്ലാസ് നന്നായിരുന്നു. വെറും ഒരു നിസ്സാര, ഞങ്ങൾ ഇവിടെ കൂറ എന്ന് പറയും, പാറ്റ കൂറ എന്നൊക്കെ പറയും, കോക്രോച്ച്. ആ കോക്രോച്ച് എന്ന് കൊടുത്തിട്ട് ഒരു വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചു. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു, വണ്ടർഫുൾ ക്ലാസ്. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഈ ഒരു വർഷത്തിലൊരിക്കലും മാത്രം മാം വന്ന് ക്ലാസ് എടുക്കരുത്, ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലാസ് വർഷത്തിലൊരിക്കലാവരുത് കേട്ടോ. എന്തായാലും നല്ലൊരു ക്ലാസ്, മാഡത്തിന്റെ അടുത്ത് കുറെ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളതാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു വർഷത്തിലൊരിക്കൽ, ഒരു വർഷമായി കണ്ടിട്ട്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാം. കാരണം ഇതില് 70% JC, ബാക്കി 30% നോൺ JCI. അപ്പോ എന്തായാലും എന്തുകൊണ്ടും ഫലവത്തായിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. കാരണം ക്ലാസ് എടുക്കുന്നവർക്കും അതെ, അത് വീക്ഷിക്കുന്നവർക്കും നല്ലൊരു ഉപകാരപ്രദമാണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ, ഇത്തരം ക്ലാസ്സുകൾ. എന്തായാലും വണ്ടർഫുൾ സെക്ഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നെക്സ്റ്റ് അടുത്ത ആള് പറയട്ടോ. ഗുഡ് മോർണിംഗ്. വളരെ നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. ആക്ച്വലി ആ ചൂസ് യുവർ പാത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എവറി സെറ്റ് ബാക്ക് ഹാസ് 2 പാത്ത് എന്നുള്ളതും അതില് നമ്മൾ ഏത് പാത്ത് ചൂസ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. ഈ കോക്രോച്ചിനെ പറ്റി പറയുമ്പോൾ വേറൊരു കഥയുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു റെസ്റ്റോറന്റില് കപ്പിള് ഭക്ഷണം കഴിക്കാൻ പോയി. ലേഡിയുടെ അടുത്ത് പാറ്റ വന്ന് ഭയങ്കര ബഹളം, ഭയങ്കര കൺഫ്യൂഷൻ. അപ്പം ആകെ മൊത്തത്തിൽ അവിടെ ഭയങ്കര പ്രശ്നവും കൺഫ്യൂഷനുമായി. പക്ഷെ വെയിറ്റർ സിംപ്ലി വന്ന് ആ പാറ്റയെ എടുത്ത് മാറ്റി. ഹി വാസ് ഏബിൾ ടു ഇനീഷ്യേറ്റ് ദ ആക്ഷൻ. സോ ഹി ഡിഡ്ന്റ് ഫ്രീസ്. പുള്ളി അത്
ഫ്ലസ്റ്റേഡ് ആകാതെ ബുദ്ധിമുട്ടാകാതെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടതായ ആക്ഷൻ എടുത്തു. വിത്തൗട്ട് ഫ്രീസിങ് ഹി അഡാപ്റ്റഡ് ക്വിക്ലി ആൻഡ് ടുക്ക് ദ നെസസറി ആക്ഷൻ ആൻഡ് ടു കെയർ ഓഫ് ദ സിറ്റുവേഷൻ. സോ അങ്ങനെ ഒരു കാര്യമുണ്ട് പാറ്റയെ കുറിച്ച് പറ്റി പറയുമ്പോൾ. സോ എനിവേ വെരി ഗുഡ് മെസ്സേജ്. താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു. 31 പേരുണ്ട്. ആർക്കും പറയാനൊന്നുമില്ല. ഗുഡ് മോർണിംഗ് മാം. ഞാൻ മനോജ്, പറയട്ടെ. കുന്നത്ത് മനോജ് ഫ്രം JCA തൃപ്രയർ എന്നാണ്. സൂപ്പർ സെഷൻ. ഒരു കോക്രോച്ച്, നമ്മൾ തീരെ ഒരു വിലയും കൽപ്പിക്കാത്ത, എന്നാൽ എല്ലാവർക്കും പേടിയുള്ള ഒരു കോക്രോച്ചിൽ നിന്ന് ജീവിതത്തിൽ കുറെ പഠിക്കാനുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ ഇഷ്ടം പോലെ കോക്രോച്ച് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നു. ഒരു 2 ആഴ്ചയായപ്പോൾ ഇവിടെയും തുടങ്ങി കോക്രോച്ച്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ പാറ്റകളൊന്നും നമ്മൾ കാണില്ല. അത് എങ്ങനെയാണ് വലുതാവുക, പെട്ടെന്നൊരു വലുതാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയ സമയത്തൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇതൊക്കെ എവിടെയോ ഒളിച്ചിരിക്കുന്നു തോന്നുന്നു. എന്തായാലും നല്ലൊരു ഐ ഓപ്പണിംഗ് സെഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. പേഴ്സണലായിട്ട് പറയാട്ടോ. ഗുഡ് മോർണിംഗ്. ശ്രീജന പറഞ്ഞു. മാം, ആദ്യം കോക്രോച്ചിനെ പറ്റി എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ച സമയത്ത് കേൾക്കണുണ്ടല്ലോ അല്ലെ? കേൾക്കാം, പറഞ്ഞോളൂ. എന്റെ +2 പഠിക്കുന്ന സയൻസ് ലാബാണ് ഓർമ്മ വന്നത്. എത്ര കോക്രോച്ചിനെ കൊന്നിട്ട് സർജറി ചെയ്തിട്ടുണ്ടെന്നറിയോ? അതിലൊരു മാം ഓരോ സാധനങ്ങൾ ഇങ്ങോട്ട് കാണിച്ചു തരാൻ പറയുമ്പോ ചിലപ്പോ അതൊക്കെ ഇങ്ങനെ വാഷ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും ഒന്നിനെയും കൂടി എടുക്കും, വീണ്ടും ചെയ്യും. ഇത് തന്നെയായിരുന്നു പരിപാടി. പിന്നെ എനിക്ക് രണ്ടാമത് ഓർമ്മ വന്നത് NLPക്ക് പോയപ്പോ നമുക്ക് ഈ ചെറിയ ചെറിയ ചേരട്ട, അട്ട, പാമ്പ്, കൂറ ഇതിനോടൊക്കെ ഉള്ള പേടി മാറ്റി തരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോഴും എനിക്ക് കൂറൊന്നും കണ്ടിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ എന്താ പറയാ, ഏതൊരു ചെറിയ കാര്യവും നിസ്സാരമല്ല, ഏതൊരു ചെറിയ വസ്തുവും അതിൽ നിന്ന് നമുക്ക് ഒരു പാഠം ഉൾക്കൊള്ളാണ്ട് എന്നുള്ള ഒരു എന്താ പറയാ ഒരു തിരിച്ചറിവ് എന്ന് തന്നതിന് താങ്ക് യു സോ മച്ച്. ലവ് യു ഡിയർ. വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോഴ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് കോക്രോച്ച്. ഏത് ധൈര്യശാലിയെ പോലും പേടിപ്പിക്കാൻ കഴിവുള്ള ഒരു ജീവി. അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം, കടുവ, സിംഹം, പെരുമ്പാമ്പ് ഇതിനൊക്കെ പിന്നെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യുന്ന വലിയ വലിയ ധൈര്യശാലികൾ പലരും ഈ കൂറെ കാണുമ്പോൾ പേടിച്ചലറിക്കറിയുന്ന രസകരമായ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിവേ, ഏത് ഒരു ചെറിയ ജീവിയിൽ നിന്നും നമുക്ക് ഒരുപാട് ജീവിത പാഠങ്ങൾ പഠിക്കാനുണ്ട്. അത് ഒരു കൂറയാണെങ്കിൽ പോലും വളരെ രസകരമായി, വളരെ സ്മാർട്ട് ആൻഡ് സോഫ്റ്റ് ആൻഡ് കൂളായിട്ട് പ്രസന്റ് ചെയ്തു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ സാർ. രമ്യന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ കാണാണ്? എടപ്പാളിന പോസിറ്റീവ് കമ്മ്യൂണിലെ ഒരു കോമ്പറ്റീഷനിൽ നിന്നേ കോഫി ടോക്കിലെ ഇപ്പോഴത്തെ അല്ലേ രമ്യ പങ്കെടുത്തില്ലയോ? അല്ല, കോഫി ടോക്കിലെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നോ? രമ്യ പങ്കെടുത്തില്ലല്ലോ? ഇല്ല, പോസിറ്റീവ് കമ്മ്യൂണിൽ ഞാൻ ഉണ്ടായിട്ടില്ല. എടപ്പാളിൽ സ്റ്റേജ് വാറിൽ വന്നിട്ടില്ല. ഇല്ലല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ അതാ പെട്ടെന്ന് ആ പേര് മാറി അങ്ങനെ തോന്നി. എന്തായാലും ഭയങ്കര ഈ കണ്ടംപററി ഇഷ്യൂനെ വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിക്കാണ്. അതൊരു വല്ലാത്തൊരു ട്രെയിനറുടെ ഒരു എന്താ സ്ട്രാറ്റജിയാണ് കേട്ടോ. ഏറ്റവും നല്ലൊരു കത്തി നിൽക്കുന്ന ഒരു ഇഷ്യൂ ആൾക്കാരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു ലെസണാക്കി മാറ്റുക എന്നുള്ളത് ഒരു ട്രെയിനറുടെ ഏറ്റവും വലിയൊരു കാലിബറും സ്കില്ലും ടാലന്റും ആണത്. അതുകൊണ്ട് ഞാൻ ഒരു ബുക്ക് വെച്ച് ഇരുന്നു, കാരണം എനിക്ക് എവിടെയെങ്കിലും കൊടുക്കാൻ വെച്ചിട്ട് അതൊരു വല്ലാത്തൊരു ട്രെയിനറുടെ ഒരു കഴിവാണ്. താങ്ക് യു വെരി മച്ച്. അടിപൊളിയായിരുന്നു. മറ്റൊന്ന്, എന്റെ മോക്ക് ഈ കോക്രോച്ചിന് ഭയങ്കര പേടിയാണ്. പക്ഷെ അവള് ഇല്ല, കേൾക്കാനും ഇവിടെ അല്ല ഞാൻ കേൾപ്പിച്ചിരുന്നത്. അപ്പൊ എന്തായാലും വളരെ മനോഹരമായ സെഷൻ ആയത്. അടിപൊളി. താങ്ക് യു വെരി മച്ച് രമ്യ. താങ്ക് യു. ഞാൻ JC ശിവദാസ്, JCA നെമ്മാറ. അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ മാഡം, നമ്മുടെ മിഡ്കോണിനുണ്ടായിരുന്നു പട്ടാമ്പിയില്? ഉണ്ടായിരുന്നു.
എനിക്ക് ഞാൻ കണ്ടു നേരിട്ട് വന്നൊന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേര് കിട്ടുന്നില്ല, പേരങ്ങോട്ട് മറന്നുപോയി. ആ ഒരു കാര്യം കൊണ്ടാണ് നേരിട്ട് വരാത്തത്. എന്തായാലും നല്ലൊരു സാറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഐഡന്റിഫൈ ചെയ്തിരുന്നു. 7 AM അതെയോ? വരുന്ന ആരും സാറിനെ മറക്കില്ല എന്തായാലും. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. കോക്രോച്ച് ഇത് പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ കോക്രോച്ച് ഞങ്ങളുടെ വീട്ടിൽ ഈ സാധനം ഇപ്പോഴില്ല. കാരണം അതിനെ ഒരു മരുന്ന് എന്തോ ഒരു സംഗതി മോള് കൊണ്ടുവന്നിട്ട് വെച്ചു കൊടുത്തു. അത് ഒരെണ്ണം കഴിച്ചാൽ അത് ചത്തതിനെ മറ്റോ വന്ന് കഴിക്കും അത്ര. എന്തായാലും നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സാധനമില്ല. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. എന്തായാലും അന്ന് നേരിട്ട് കണ്ട ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഇനി നമുക്ക് അടുത്ത അവസരത്തിൽ ആലോചിക്കാം. ഓക്കെ, താങ്ക് യു. ഹേമ മാം. ഓക്കെ, രമ്യ പ്രകാശ് മാം. ഞാൻ ഹേമർജനി പ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്. നമ്മുടെ രണ്ടുപേരും പേര് ഞാൻ മുമ്പ് ഇതിൽ വന്നപ്പോഴും മാഡത്തിനെ കണ്ടിട്ടുണ്ട് ഞാൻ. താങ്ക് യു സോ മച്ച്. സൂപ്പർ സെഷൻ ആയിരുന്നു, അടിപൊളി. കാരണം ഒരു കോക്രോച്ചിൽ തുടങ്ങി അത് നമ്മളിലേക്ക് അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ന് കോഫി ടോക്കിൽ എടുത്ത ക്ലാസ് സൂപ്പർ. അതോടൊപ്പം വോയിസ് ക്ലാരിറ്റി അടിപൊളി, സൂപ്പർ സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഡിയർ, ഐ ലവ് യു സോ മച്ച്. താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട്. 10-11 പേര് നമ്മളെ ഫീഡ്ബാക്കൊക്കെ പറഞ്ഞു. നമ്മൾ പറയും എല്ലാ ട്രെയിനർമാർക്കും വരുമുണ്ടോ, നിങ്ങൾ ട്രെയിനിങ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ പറയും. നമുക്ക് എന്താ പറയാ, അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അഭിപ്രായം അവർക്ക് പറയുമ്പോഴുള്ള അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പൊ എല്ലാവരും അത് പറയുക, കഴിവിന്റെ പരമാവധി എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുക. അതായത് ചാൻസ് ഉള്ളവര്, അല്ലാത്തവരും ഓക്കെ, നോ പ്രോബ്ലം. അപ്പോഴുള്ള അവർക്ക് പിന്നെയും വിളിക്കുമ്പോ അവർക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഐ എം റെഡി എന്ന് പറഞ്ഞിട്ട് തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ കിസ് മത്സരം ചിരി ചിന്ത വിജ്ഞാനം. മനോജ് ചേട്ടനാ, നിങ്ങൾ ഓക്കെ അല്ലേ? അതെ ഓക്കെയാണ്. ചിരി ചിന്ത വിജ്ഞാനം എന്ന കിസ് പ്രോഗ്രാമിലേക്ക് മനോജ് ചേട്ടനെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം മനോജ്. താങ്ക് യു ചെയർമാൻ. പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോദ്യം, അതിന് ഉത്തരം ചാറ്റ് ബോക്സിലൂടെ മാത്രം. പിന്നെ ഇതുവരെയുള്ള സ്കോറ് മുരളിയേട്ടൻ 300 പോയിന്റ് ഉണ്ട്, പിന്നെ ശ്രീജന ടീച്ചർ 100 പോയിന്റ്. 4 ദിവസം കഴിഞ്ഞപ്പോൾ 300 പോയിന്റുമായിട്ട് മുരളിയേട്ടൻ മുന്നിട്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. അവരെ സ്ത്രീകൾക്ക് വേണ്ടി പടപൊരുതുന്ന ശ്രീജന ടീച്ചർ മുന്നിലുണ്ട്. എന്തായാലും ചോദ്യം ചാറ്റ് ബോക്സിലൂടെ നമുക്ക് കാണാം. നിങ്ങൾക്ക് അതിലൂടെ തന്നെ ഉത്തരം എഴുതാം. വളരെ സിമ്പിൾ ആണ്. ഇന്നത്തെ ചോദ്യം പാറ്റയുമായി, കോക്രോച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ്. ട്രെയിനറുടെ ആ ഒരു സെഷൻ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ചോദ്യം ഇപ്പൊ ചാറ്റ് ബോക്സിൽ കാണാം. വളരെ ശ്രദ്ധിച്ച് നോക്കിയാലാണ് അതിന് ഉത്തരം പറയാൻ സാധിക്കുക കേട്ടോ. പെട്ടെന്നൊന്നും ആരും PQRS എന്നൊന്നും എഴുതണ്ട. ചോദ്യം വന്നു കഴിഞ്ഞു. കോക്രോച്ചുകൾക്ക് എത്ര കാലുകളുണ്ട്? 2 pairs, 3 pairs, 4 pairs or 5 pairs? 5 pairs എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാ ചോദ്യങ്ങളും ഗൂഗിളിനെയും അതുപോലെ ചാറ്റ് GPT ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ്. ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ടവർക്ക് എഡിറ്റ് ചെയ്യാം. എത്ര പെയർ എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. എത്ര പെയർ? എനിവേ റൈറ്റ് ആൻസർ 3 pairs ആണ്. 6 കാലുകളാണ് കോക്രോച്ചിനുള്ളതായിട്ട് ഗൂഗിളും ചാറ്റ് GPT ഒക്കെ പറയുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, നോക്കിയിട്ടില്ല. ശ്രീജന ടീച്ചർക്കൊക്കെ ഒരു പക്ഷെ അറിയാം, അതിന്റെ സർജറി ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. 6 കാലുകളാണ് ഉള്ളത്. റൈറ്റ് ആൻസർ എഴുതിയിരിക്കുന്നത് 3 pairs. ഓക്കെ, മധു PS ഫ്രം ആലപ്പുഴ. കൺഗ്രാറ്റുലേഷൻസ് മധു സാർ. ഓവർ ടു ചെയർമാൻ. ഈ ബുക്കിന്റെ പേരെന്തേലും? ചേതൻ ഭഗത്തിന്റെ ബുക്കിന്റെ പേര് 11 Rules for Life. ഓക്കെ. താങ്ക് യു മനോജ് ചേട്ടാ. കൺഗ്രാറ്റുലേഷൻ മധു സാർ. കുറെ കാലത്തിന് ശേഷം മധു സാർ ഒന്ന് പുറത്തു വന്നതാണ്. അത് സമ്മാനം അടിച്ചുകൊണ്ടുപോയി സ്റ്റാർ ഓഫ് ദ ഡേ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഏതായാലും നമ്മൾക്ക് നമ്മളെല്ലാവരും വിലപ്പെട്ട സമയമാണ് ഇവിടെ ചെലവഴിച്ചത്. അതിലെല്ലാവർക്കും ഉപകാരങ്ങൾ കിട്ടാൻ തന്നെയുള്ള വഴി. ഇപ്പൊ ഒരു ചോദ്യം തന്നെ ഒരു ഉദാഹരണം. 3 കാലുള്ള ജീവി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാണി ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളൊരു വിജ്ഞാനം കൂടിയാണ് ഇപ്പോൾ മനോജ് ചേട്ടന്റെ ഇതിൽ നിന്ന് കിട്ടിയത്. വളരെ നന്ദി മനോജ് ചേട്ടാ. നിങ്ങളും ശ്രീജിത്ത് സാറൊക്കെ ഇതിന് പറ്റിയ ആളുകളാണ്. ഇനി വലിയ ഇന്റർനാഷണൽ ചോദ്യങ്ങൾക്കാണെങ്കിൽ മുരളിയേട്ടൻ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. കിസ് മത്സരത്തിലെ കിസിന്റെ രാജാവാണെന്ന് പറയാം. ഏതാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ഈ സെഷനിൽ നന്ദി പറയാൻ വേണ്ടി എറണാകുളത്തിൽ നിന്ന് നമ്മുടെ അമ്പിളി മാമിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം അമ്പിളി മാം. Thank you, chairman. Happy morning to all.
ഈ 898 ദിനത്തിൽ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ അവസരം ലഭിച്ചതിൽ നന്ദി. താങ്ക് യു ചെയർമാൻ ഫോർ ദിസ് പ്രിവിലേജ്. ആദ്യമായി ഇന്നത്തെ ഈ സെഷൻ മാഗ്നറ്റിക് ആയി ഷെയർ ചെയ്ത കോഫി ടോക്കിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ഇൻവെന്റീവ് പേഴ്സണാലിറ്റി ഉസ്മാൻ സാറിന് നന്ദി. ജീവിതത്തിൽ വിജയിക്കാൻ ശക്തിയേക്കാൾ പ്രധാനപ്പെട്ടത് മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവും തിരിച്ചടികൾക്ക് ശേഷം ഉയർത്തെഴുന്നേക്കാനുള്ള മനോഭാവമാണ് വേണ്ടതെന്ന് ഈ സെഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു സ്മോൾ തിങ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കൊക്രോച്ചിന്റെ ഉദാഹരണത്തിലൂടെ അഡാപ്റ്റബിലിറ്റി, സർവൈവൽ മൈൻഡ് സെറ്റ്, റെസിലിയൻസ് എന്നീ മൂല്യങ്ങൾ വളരെ ലളിതമായിട്ട് മാം പറഞ്ഞു തന്നു. അതുപോലെ തന്നെ മാം പറഞ്ഞ ആശയങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ വളരെ വ്യക്തവും ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടതുമായിരുന്നു. വ്യക്തിപരമായും തൊഴിൽപരമായും മാനസിക ശക്തിയും പോസിറ്റീവ് സമീപനവും വളർത്താൻ ഈ പരിശീലനം നമ്മെ ഏറെ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നാഷണൽ ട്രെയിനർ ഡിലൈറ്റ്ഫുൾ HDF രമ്യ മാമിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. കോഫി ടോക്കിന്റെ ഫൗണ്ടറായ ഡോക്ടർ ഹിഷാം സാറിന് നന്ദി പറയുന്നു. ഇതിനോടൊപ്പം ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന വളാഞ്ചേരി റോയൽസ്, നിലമ്പൂർ ഡാഫോഡിൽസ് നന്ദി. താങ്ക് യു സോ മച്ച്. കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഇതിന്റെ പില്ലേഴ്സ്, ഇത്രയും ദിവസം 898 ദിവസം ഇത്രയും ദിവസം തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പ്രോഗ്രാം പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ കോർഡിനേറ്റേഴ്സ് എടുക്കുന്ന എഫേർട്ട് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ശ്രീത് സാർ, രേഖ മാം, മുജീബ് സാർ, താങ്ക് യു സോ മച്ച്. കിസ് കോർഡിനേറ്റ് ചെയ്യുന്ന മനോജ് സാറിന് പ്രത്യേക നന്ദി. താങ്ക് യു. ഇന്ന് വെൽക്കം സ്പീച്ച് ചെയ്ത ഹംസ മാം, താങ്ക് യു. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ മധു സാർ, കൺഗ്രാജുലേഷൻ ആൻഡ് താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മളുടെ ഇതിന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ, ഈ ഫ്ലോറിന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻസ് ആയിട്ടുള്ള നാഗേഷ് ചേട്ടൻ, നഷീദുമ്മ, അബൂബക്കർ സാർ, ഇവരുടെയൊക്കെ സാന്നിധ്യം എന്ന് പറയുന്നത് ഇത്രയധികം ഈ ഫ്ലോറിനെ ശക്തിപ്പെടുത്തുന്നത് തന്നെയാണ് അവരുടെ ആവേശം. താങ്ക് യു സോ മച്ച്. കോഫി ടോക്കിന്റെ ഈ യാത്രയിൽ പാർട്ടിസിപ്പേഷനിലൂടെയും അതുപോലെ തന്നെ ഫീഡ്ബാക്കിലൂടെയും പിന്തുണ നൽകിയിട്ടുള്ള ഓരോ പാർട്ടിസിപ്പൻസിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഓരോ ദിവസവും സജീവമായി പങ്കെടുത്ത എല്ലാ പങ്കാളികൾക്കും നന്ദി. നിങ്ങളുടെ ആവേശവും സഹകരണവും ഈ ഫ്ലോറിന്റെ വിജയത്തിന് വളരെ പിന്തുണയാണ്. ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ടു ഓവർ ചെയർമാൻ. താങ്ക് യു അമ്പിളി മാം. കിഡിലൻ നന്ദിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നത്. ഇന്നത്തെ സെഷൻ എടുത്ത മാഡം എന്താ പറയാ, ചിന്തകൾക്ക് അപ്പുറമുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നത്. ഞാനൊന്നും സത്യം ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ മാഡം ഇത്രത്തോളം. അതായത് ഗൂഗിളിൽ ഇതിനെ കുറിച്ച് തിരഞ്ഞപ്പോ വേറൊരു സംഭവമാണ് വന്നത്. പക്ഷെ നിങ്ങൾ അതിനേക്കാളും വലിയൊരു കളർഫുൾ ആക്കിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുത്തത്. നാഷണൽ ട്രെയിനർ അല്ലേ, അതല്ല ഇതിന്റെ അപ്പുറം പ്രതീക്ഷിക്കണം എന്ന് ഇപ്പൊ മനസ്സിലായി. താങ്ക് യു. അതുപോലെ തന്നെ അമ്പിളിമൻ വളരെ കിടിലനായിട്ടാണ് നന്ദി പറഞ്ഞത്. ഹബ്സാമേമും അതുപോലെ തന്നെയാണ് വെൽക്കം പറഞ്ഞത്. അതുപോലെ തന്നെ ഓരോരുത്തരും നല്ല നല്ല ഫീഡ്ബാക്കുകളാണ് നമുക്ക് തന്നത്. വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതത്തിന്റെ സംസാരിക്കുന്നുണ്ട്. ഏതായാലും ജീവിതത്തിന്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളൊരു കൂറയെ പോലെ അല്ലെങ്കിൽ കോക്രോച്ചിനെ പോലെ നമ്മൾ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് നമ്മളുടെ ലക്ഷ്യസ്ഥാനം നമ്മൾ കണ്ടെത്തണം എന്നാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞത്. ഏതായാലും വളരെ താങ്ക് യു എല്ലാവർക്കും. ഒറ്റവാക്കിൽ നന്ദി പറയാണ്. ദ പ്രോഗ്രാം ഇൻ കണക്ഷൻ വിത്ത് സേവിംഗ് കോഫി ടോക്ക് ഈസ് ഹിയർ ബൈ അഡ്ജന്റ്. താങ്ക് യു ഓൾ. താങ്ക് യു. ടാറ്റാ ബൈ.